ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലൂക്കയുടെ വിശുദ്ധ സുവിശേഷം 4-ാം അധ്യായം 24-30 തിരുവചനങ്ങൾ. പ്രവാചക നിന്ന യേശുവിനെ മനസ്സിലാക്കാതെ പോകുന്ന ഫരിസേയ സമൂഹത്തിൻ്റെ നിന്നാ പ്രകടനങ്ങൾക്ക് മുമ്പിൽ ഈശോ നിലകൊള്ളുകയാണ്. അതുകൊണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 2-ാം രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിന്ന് നാമാൻ എന്ന സൈന്യാധിപൻ യോർദാൻ നദിയിൽ മുങ്ങിയപ്പോൾ അവനിലുണ്ടായിരുന്ന കുഷ്ഠം നീങ്ങിയതിനെക്കുറിച്ച് യേശു പരാമർശിക്കുന്നു. ഏലിയായുടെ കാലത്ത് മഴമേഘങ്ങളോട് മഴ പെയ്യുമെന്ന് കൽപ്പിച്ചപ്പോൾ മഴയില്ലാതാവുകയും ചെയ്ത ഏലിയ പ്രവാചകൻ്റെ ധീരതയും വിധവ വഴി അവന് ഭക്ഷണം നൽകപ്പെടുകയും ചെയ്തു. എന്നാൽ എലീശ പ്രവാചകനാണ് നാമാനോട് യോർദാൻ നദീതീരത്ത് ചെന്ന് നദിയിൽ മുങ്ങി കുഷ്ഠം മാറുവാനായിട്ട് ആവശ്യപ്പെട്ടത്. പ്രിയമുള്ളവരെ, ഈശോ നമ്മളോട് പറയുന്നതനുസരിച്ചാൽ രക്ഷ പ്രാപിക്കും. അപ്പോൾ യേശു ദൈവത്തിൽ നിന്ന് വന്നവനാണെന്ന് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നവരോടാണ് ഈശോ ഈ പഴയ നിയമത്തിലെ 2 സംഭവങ്ങൾ എടുത്തു കാണിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മിലും പുറമേ ബാഹ്യമായിട്ട് കുഷ്ഠത്തിൻ്റെ ലക്ഷണങ്ങളൊന്നും തന്നെ ഇല്ലായിരിക്കാം. എന്നാൽ മനസ്സ് കഠിനത, സമ്പത്തും ഐശ്വര്യങ്ങളും അല്ലെ സ്ഥാനമാനങ്ങളും മോഹിച്ച് കഠിനതരമാക്കിയാൽ നാമാനേക്കാൾ വലിയൊരു കുഷ്ഠതയാണ് അനുഭവം. ആകയാൽ ദിവ്യകാരുണ്യം സ്വീകരിക്കുമ്പോൾ തന്നെയും എന്നിലെ ദുഷ്ടതയുടെ കുഷ്ഠം മാറിക്കൊണ്ട് ശിശുവിനെ പോലെ നൈർമല്യതയുള്ള മനസ്സിന് ശരീരത്തിനുടമയാകാൻ കൃപയേകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.